Hello, എന്തൊക്കെയുണ്ട് വിശേഷം? Welcome to my channel and Home and Motherhood. ഞാൻ രമി and today we're going to do a home tour. ഈ വീട് ഞങ്ങൾ ഒരു എസ്റ്റാബ്ലിഷ് ഹൗസ് നമ്മൾ മേടിക്കുകയായിരുന്നു ആൻഡ് നമ്മൾ കുറച്ച് റെനോവേഷൻസും സംഭവങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. വി ആർ വെരി വെരി പ്രൗഡ് ഓഫ് ദിസ് ലിറ്റിൽ ഹൗസ് ഓഫ് ours ആൻഡ് വാ ഞാൻ കാണിച്ചു തരാം. കയറി വരുമ്പോ തന്നെ നമുക്ക് ദാ ഇങ്ങനെ ഒരു ചെറിയൊരു ഹോൾവേ ഉണ്ട്. ഈ ഹോൾവേ നമ്മൾക്ക് ഒരു ഡ്രോപ്പ് സോൺ ആയിട്ട് നമ്മൾ വെച്ചേക്കുന്ന ഒരു സംഭവമാണ്. സോ ഇവിടെ ഒരു ഷെൽഫ് ഉണ്ട്, ഇതിനകത്താണ് നമ്മുടെ ഷൂസും സംഭവങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. പിന്നെ അവിടെ പിന്നെ നമ്മുടെ കീ ഒക്കെ വെക്കാനായിട്ട് ഇങ്ങനെ ഒരു കീസിന്റെ ഒരു സ്ഥലം വെച്ചിട്ടുണ്ട്. ആൻഡ് ഒരു ചെറിയ ഒരു ഹോം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ഡെക്കോർ, ജസ്റ്റ് ടു മേക്ക് ഇറ്റ് പേഴ്സണൽ. പിന്നെ ഇത് ഹസ്ബൻഡിന്റെ ഓഫീസ് ഏരിയ ആണ്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ രണ്ടുപേരും വർക്ക് ഫ്രം ഹോം ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വർക്ക് സ്റ്റേഷൻ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് രണ്ട് വർക്ക് സ്റ്റേഷൻ ഉള്ളത്. ആൻഡ് ഇതാണ് നമ്മുടെ ഒഫീഷ്യൽ സ്റ്റഡി ഏരിയ. ഒരു ചെറിയ ഡെസ്കും കമ്പ്യൂട്ടറും സംഭവങ്ങളും ഒക്കെ വെച്ച് ഒരു ചെറിയൊരു സോഫ ഏരിയ വെച്ചിട്ടുണ്ട്. ചുമ്മാ ആർക്കെങ്കിലും ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യേണ്ടി. പിന്നെ ഇത് നമ്മുടെ തിയേറ്റർ, ഇത് നമ്മുടെ തിയേറ്റർ റൂം. ഈ റൂം എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ഡ്രീം റൂമായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ ചില കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതറിയില്ലേ, ഇതിങ്ങനെ വേണം നമുക്ക് ഉള്ളിൽ ഒരു ഭയങ്കര അതിയായ ആഗ്രഹം. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ട് ഒരു തിയേറ്റർ റൂം, അതായത് ഫുൾ സെറ്റപ്പ് ആയിട്ടുള്ള സ്പീക്കേഴ്സും നല്ല റിക്ലൈനർ സീറ്റ്സും പ്രോപ്പർ ലൈറ്റിംഗ് ഒക്കെ ആയിട്ടുള്ള ഒരു പ്രോപ്പർ തിയേറ്റർ റൂം ഹസ്ബൻഡിൻ്റെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ സമയം മുതലുള്ള ഒരു ഡ്രീം ആയിരുന്നു. ആൻഡ് അതിങ്ങനെ മാനിഫെസ്റ്റ് ചെയ്ത് അതിനു വേണ്ടി വർക്ക് ചെയ്തിട്ട് ഫൈനലി നമ്മൾക്ക് ഈ വീട് മേടിച്ചപ്പോൾ ഞങ്ങളുടെ ഒരു നോൺ നെഗോഷ്യബിൾ ആയിരുന്നു ഒരു തിയേറ്റർ റൂം വേണം എന്ന്. അപ്പോൾ അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു റൂമാണ് ഇത്. പിന്നെതാ ഇവിടെ കണ്ടോ, 3 Idiots ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ആദ്യമായിട്ട് പോയി കണ്ട പടമാണ്. സോ അത് ദാറ്റ്സ് വെരി സ്പെഷ്യൽ ടു ആസ്. പിന്നെ ഷോലെ ഭയങ്കര ഒരു അമിതാഭ് ബച്ചൻ ഫാനാണ്. പിന്നെ മോഹൻലാൽ, ഒബ്വിയസ്ലി നമ്മളെല്ലാവരും മോഹൻലാൽ ഫാനാണ്. ആൻഡ് ഗോഡ് ഫാദർ എൻ്റെ ഒരു ഫേവറേറ്റ് മൂവിയാണ് ഗോഡ് ഫാദർ. പിന്നെ അടുത്തത് ഞങ്ങളുടെ ബെഡ്റൂം ഒബ്വിയസ്ലി ഞങ്ങളുടെ ഓരോ പേഴ്സണൽ ബേർഡാണ്. ഇപ്പൊ പിള്ളേർ നമ്മുടെ കൂടെ തന്നെയാണ് കിടക്കുന്നത്. പിള്ളേർ കുഞ്ഞാണ്, അപ്പം അവർക്ക് വേറെ റൂം നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പൊ എല്ലാവരും ഇവിടെ തന്നെയാണ്. പിന്നെ കുറച്ച് വളർന്നൊക്കെ കഴിയുമ്പോൾ അവർക്ക് അവരുടെ സ്പേസ് വേണ്ടിയ സമയത്ത് നമ്മൾ അങ്ങോട്ടേക്ക് മാറ്റും. പക്ഷെ അവർക്ക് വേണ്ടിയിടത്തോളം കാലം അവർക്ക് നമ്മുടെ കൂടെ കിടക്കാം എന്നൊരു കംഫർട്ട് നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. സോ ഞങ്ങളുടെ റൂം. ഒരു കിങ് സൈസ് ബെഡാണിത്. ആൻഡ് അവിടെ കോട്ട് വെച്ചിട്ടുണ്ട്. ഒരൊറ്റ മനുഷ്യൻ ആ കോട്ടിൽ കിടക്കാറില്ല എന്നുള്ള വേറെ കാര്യം. കാരണം അവർക്കും ഞങ്ങളുടെ ബെഡിൽ തന്നെ കിടക്കാനാണ് ഇഷ്ടം. അത് ഞങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് കൂടിയാണ് ഞങ്ങളൊരു കിങ് സൈസ് ബെഡ് മേടിച്ചത്. സോ ഈ പില്ലോസ് ഒക്കെ ആണെങ്കിലും ഇത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ. സോ ഈ പില്ലോസ് ഒക്കെ ആണെങ്കിലും എന്റെ എത്ര പില്ലോസ് എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എൻ്റെതായ ഒരു സ്പേസ് വരുമ്പോഴത്തേക്കും
കഴിയുമ്പോഴത്തേനും എനിക്കിതുപോലെ ഭയങ്കര ഡെക്കറേറ്റീവ് പില്ലോസ് ഒക്കെ വെച്ച് നല്ലൊരു സ്പേസ് ബെഡിൽ ഉണ്ടാക്കുക എന്ന് പറയുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബെഡ്റൂമിൽ ഏറ്റവും വലിയൊരു ഫേർണിച്ചർ എന്ന് പറഞ്ഞാൽ ബെഡ് തന്നെയാണ്. അപ്പൊ ബെഡ് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബെഡ് വെക്കുക, അത് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെക്കുക, നമ്മളൊരു തീമിനനുസരിച്ച് വെക്കുക ഒക്കെ ചെയ്യുമ്പോൾ ആ ബെഡ്റൂം തന്നെ ഒന്ന് ലിഫ്റ്റ് അപ്പ് ആകുന്ന പോലെ അറ്റ്ലീസ്റ്റ് എൻ്റെ ഒരു ഫീലിംഗ് ആണ്. പിന്നെ ഇതാ നമ്മളൊരു ചെറിയൊരു പെയിന്റിങ് അവിടെ വെച്ചിട്ടുണ്ട്. 2 ബെഡ് സൈഡ് ടേബിൾ. ഹലോ മാക്സിന്റെ ബെഡ് ഇടയ്ക്കിടയ്ക്ക് ഓരോ റൂമിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അവരിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പിന്നെ ഇതൊരു ചേഞ്ച് ടേബിൾ. ഇത് അങ്ങനെ ഇപ്പൊ യൂസ് ചെയ്യാറില്ല, എന്നാലും ഒരു സ്റ്റോറേജ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്പേസ് ആണ്. പിന്നെ ദാ ഇവിടെ ഇങ്ങനെ ഒരു കോറിഡോർ പോലെ, ആൻഡ് ഇത് നമ്മുടെ ബാത്റൂമാണ്. ടോയ്ലറ്റ് അവിടെ, നമ്മുടെ വാനിറ്റി ഏരിയ ആൻഡ് ഷവർ ഏരിയ. ആൻഡ് ഇവിടെ നിന്ന് ഇങ്ങനെ തിരിയുമ്പോഴത്തേനും ഇവിടെ 2 കബേർഡ്സ് കാണാം. സോ 2 ഡോർ കാണാം. ഇത് കബേർഡ്സ് ആണ്. സോ ഹിസ് ആൻഡ് ഹെർ എന്ന് പറയും. സോ നമ്മളാണ് ഈ ഷെൽവിങ് എല്ലാം ചെയ്തിരിക്കുന്നത്. സോറി, ഇത് നല്ല വൃത്തികേടാട്ടോ, അതുകൊണ്ട് ഒരുപാട് ഞാൻ കാണിക്കുന്നില്ല. പക്ഷേ സോ ഹിസ് സൈഡ് ബോയ്സിന് വേണ്ടിയിട്ട്, ഹെർ സൈഡ് ഗേൾസിന് വേണ്ടിയിട്ട്. ഞാൻ എൻ്റെ സൈഡ് കാണിക്കുന്ന പോലും ഇല്ല, അതേ ഷെൽവിങ് സംഭവങ്ങളൊക്കെയാണ്. പക്ഷേ പിന്നെ നിങ്ങളിവിടെ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കും ഈ റൂമിന് ഡോറില്ല. അപ്പൊ കണ്ടല്ലോ, ഇവിടുത്തെ ബാത്റൂമിന് ഡോറില്ല. ഡോറ് തുറന്നിട്ടതോ സംഭവമൊന്നുമല്ല, ഇവിടുത്തെ ബാത്റൂമിന് ഡോറില്ല. അത് എന്താണെന്ന് ചോദിച്ചാൽ ഇതേ ചോദ്യം തന്നെയാണ് ഞാനും ചോദിച്ചത്. എന്തുകൊണ്ട് ഡോറില്ല? അവർക്ക് ഡോർ വെക്കാൻ അത്ര പൈസ ഇല്ലായിരുന്നല്ലോ. ഐ ഡോണ്ട് നോ, ഇവിടുത്തെ ഒരു കോൺസെപ്റ്റ്, ഈ ഓപ്പൺ ലിവിംഗ് കോൺസെപ്റ്റ് എന്ന സംഭവം വരുമ്പോഴത്തേനും മാസ്റ്റർ ബെഡ്റൂമിലെ ബാത്റൂമിന് ഡോറില്ല. അത് ഇവിടുത്തെ ഒരു കൾച്ചർ വൈസ് ആയിരിക്കും. ബിക്കോസ് ഇവിടുത്തെ കൾച്ചറിലെ പേരൻസിന്റെ റൂമിൽ വേറെ ആരും കയറില്ല, ആ ഒരു കൾച്ചറൊക്കെ ആയിരിക്കും. നമുക്കത് ഒട്ടും സൂട്ടാവില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാൻ കുളിക്കാനൊക്കെ പോകണമെങ്കിൽ ഞങ്ങളുടെ ബെഡ്റൂം ഡോറ് ലോക്ക് ചെയ്തിട്ട് പോകണം, അങ്ങനത്തെ ഒക്കെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പൊ അത് മാത്രം ചെറിയ ഇൻകൺവീനിയൻസ് ആണ്. എന്നാലും പിന്നെ പക്ഷേ നമ്മളൊരു ഡോർ വെക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ സ്പേസ് അല്ലേ. അപ്പൊ അതുകൊണ്ട് അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് ഇപ്പൊ എന്തായാലും ചെയ്യുന്നില്ല. നമ്മൾ യൂസ്ഡ് ആയി ഇത്, പിന്നെ നമ്മൾ കാര്യങ്ങളൊക്കെ വെച്ച് യൂസ്ഡ് ആവുമല്ലോ. പിന്നെ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി വന്നു കഴിയുമ്പോഴത്തേന് നമ്മൾ നമ്മുടെ ഒരു ചെറിയൊരു ഫോട്ടോ വാൾ സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ പേഴ്സണലൈസ് ചെയ്യുന്നത്. അപ്പം ഞങ്ങളുടെ വെഡിങ് പിക്ചർ, പിള്ളേരുണ്ടായ പിക്ചർ, അങ്ങനെ നമ്മുടെ ഫാമിലീസൊക്കെ വെച്ചിട്ട് ഒരു ചെറിയൊരു ഫോട്ടോ വാൾ. പിന്നെ ഇവിടെ ഈശോയുടെ രൂപം വെച്ചിട്ടുണ്ട്. ആൻഡ് ഇതാണ് നമ്മുടെ മെയിൻ ലിവിങ് ഏരിയ. സോ ഇങ്ങോട്ട് വരുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ സോഫ, ആൻഡ് ഇവിടെ ഒരു ചെറിയ TV വെച്ചിട്ടുണ്ട്. പിള്ളേർക്ക് എന്തെങ്കിലും കാണണമെങ്കിലോ ഒക്കെ ഒരു ചെറിയൊരു ബുദ്ധയുടെ ഒരു പെയിന്റിങ്. ആൻഡ് ഇത് മൊത്തം ഒരു ഓപ്പൺ പ്ലാൻ ആണ് കേട്ടോ. ഇതാ കിച്ചൺ ഏരിയയും ഫുള്ളായിട്ട് ഓപ്പൺ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഈ കിച്ചൺ സ്പേസ് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമുക്ക് ഇവിടെ നിന്നും ഇതുപോലെ കുക്ക് ചെയ്യാം. ഇപ്പൊ ഈ അടുപ്പിലൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ കയ്യെത്തി കുക്ക് ചെയ്യാണ്ട് നമുക്ക് ഇതാ ഇങ്ങനെ വന്ന് ഇവിടെ നിന്ന് ചെയ്യാം. ഇത് ഭയങ്കര ഹാൻഡിയാ, ഈ ഒരു ഐലൻഡ് സ്റ്റൈലിലുള്ള സ്റ്റഫ് ടോപ്പ്. പിന്നെന്താ അത്യാവശ്യം ഡീസന്റ് സ്റ്റോറേജ് ഉണ്ട് ഇവിടുത്തെ കിച്ചണിന്. പിന്നെ ഇതിൻ്റെ അകത്ത് ഈ സ്റ്റോറേജ് അല്ലാണ്ട് തന്നെ ഇതിൻ്റെ അകത്തൊരു പാൻട്രി ഡോർ ഉണ്ട്. ആൻഡ് പാൻട്രിക്ക് അകത്താണെങ്കിലും അത്യാവശ്യം ഒരു സ്റ്റോറേജ് ഉണ്ട്. ഒരാൾക്ക് നിന്ന് നമുക്ക് സാധനങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഞാൻ പിന്നെ അതുപോലെ നമ്മുടെ തുടയ്ക്കുന്ന ബ്രൂം സ്റ്റിക്കും ഡസ്റ്ററും ഒക്കെ ഇതുപോലെ ഡോറിൽ വെച്ചു. അപ്പൊ അത് നിലത്ത് വെച്ച് സ്പേസ് കളയാണ്ട് അത് ഡോറിൽ വെക്കാം. ഫ്രിഡ്ജിനുള്ള ഒരു അത്യാവശ്യം ഒരു വലിയ ഒരു ഹോളുണ്ട് അവിടെ ഫ്രിഡ്ജിന് വേണ്ടിയിട്ട്. ആൻഡ് വീണ്ടും കുറച്ചുകൂടെ സ്റ്റോറേജ് ഇവിടെ. സോ ഇതാണ് നമ്മുടെ കിച്ചൺ.
പിന്നെ നമ്മൾ കിച്ചണിൽ ഇങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ലൈക്ക് പുറത്തൊക്കെ പിള്ളേർ കളിക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ പുറത്തോട്ട് നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ ഒരു പാർട്ടിയൊക്കെ ഉണ്ടെങ്കിലും ഒക്കെ നമുക്കിങ്ങനെ കാണാൻ പറ്റും. നമുക്കൊരു വീട്ടില് എസ്പെഷ്യലി നമ്മൾ ഈ ജനൽ തുറന്നുകൊണ്ടിട്ടാൽ നമുക്കൊരു വേറൊരു സെപ്പറേറ്റഡ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ഇല്ല, നമുക്കൊരു പാർട്ട് ഓഫ് ദ ബാക്ക് യാർഡ് ഫീലിംഗ് തന്നെയാണ്. പിന്നെ ഇവിടെ കിച്ചൺ ഐലൻഡിന്റെ അവിടെ തന്നെ നമ്മൾ കുറച്ച് ചെയർസ് വെച്ചിട്ടുണ്ട്. സോ നമുക്ക് എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കണമെങ്കിലൊക്കെ അവിടെ ഇരുന്ന് കഴിക്കാം. പിള്ളേരുടെ ചെറിയൊരു ഡൈനിങ് ഏരിയ ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അത് പ്യോർലി കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ്. കാരണം പിള്ളേർക്ക് ഈ മേളിൽ കയറി ഇരുന്നൊന്നും കഴിക്കാൻ പറ്റില്ല, അപ്പൊ അവരവിടെ ഇരുന്ന് കഴിക്കും. ആൻഡ് ഇവിടെ ചെറിയൊരു പ്ലേ ഏരിയ വെച്ചിട്ടുണ്ട് പിള്ളേർക്ക്. അകത്ത് വലിയൊരു പ്ലേ റൂം ഉണ്ട്, അത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ കാണിച്ചു തരാം. പക്ഷെ അവിടെ അധികം അവരിരുന്ന് കളിക്കാറില്ല, കാരണം അവർക്ക് എപ്പോഴും നമ്മുടെ കൂടെ ഇരിക്കണം, അങ്ങനെയാണ്. സോ അങ്ങനെ വരുമ്പോഴത്തേനും ഞാൻ ഓർത്ത് ഏറ്റവും പ്രാക്ടിക്കൽ ആയിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ ഒരു പ്ലേ ഏരിയ സെറ്റ് ചെയ്താൽ ഇവിടുന്ന് നമുക്ക് ടോയ്സ് ഇങ്ങനെ പ്ലേ റൂമിൽ നിന്ന് ടോയ്സ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരുന്ന അവർക്ക് ഒരു ടോയ് റൊട്ടേഷനുമായി, പിന്നെ നമ്മളിവിടെ ഇരുന്ന് കളിക്കുകയും ചെയ്യാം, ടോയ്സ് യൂസും ആവുന്നുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ഡൈനിങ് സ്പേസ്. ഇത് മോളുടെ ബർത്ത്ഡേക്കൊക്കെ വേണ്ടി നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന കേട്ടോ, അതാ ബലൂണും ഒക്കെ സംഭവം. ബട്ട് ഇതാണ് നമ്മുടെ ഡൈനിങ് സ്പേസ്. ആൻഡ് ഇത് എൻ്റെ ഓഫീസ് സ്പേസ്. എൻ്റെ ഓഫീസ് സ്പേസിലാണെങ്കിലോ എൻ്റെ ഓഫീസ് സ്പേസിൽ ഞാൻ കുറച്ച് ഞാൻ പേഴ്സണലൈസ് ചെയ്യാനായിട്ട് ഒരു ഷെൽഫ് വെച്ചിട്ട് അവിടെയാണ് കുറച്ച് ഫോട്ടോസും പ്ലാന്റ്സും എല്ലാം വെച്ചിട്ടുണ്ട്. അവിടെ കഴിയുമ്പോഴത്തേനും ഇതൊരു കോറിഡോറിൽ കൂടെ നമ്മൾ കയറുന്നു. ആൻഡ് ഇവിടെയാണ് ഫസ്റ്റ് ബെഡ്റൂം. സോ ഇത് ഒരു ഗസ്റ്റ് ബെഡ്റൂം എന്നൊക്കെ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ബെഡ്റൂം ഞാൻ ഒരിക്കലും യൂസ് ചെയ്യാറില്ല, കാരണം എപ്പോൾ ഗസ്റ്റ് വന്നാലും നമ്മുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ താമസിക്കാനൊക്കെ വരും, അമ്മാണ് അനൗൺസ്ഡായിട്ടായിരിക്കും ചിലപ്പോൾ വരുന്നത്. അപ്പൊ ഈ ഒരു ബെഡ്റൂം ഞാൻ എപ്പോഴും അൺയൂസ്ഡ് ആയിട്ട് ഇങ്ങനെ വെക്കും, കാരണം എപ്പോഴും ക്ലീൻ ആയിട്ട് ആർക്ക് വേണേലും കിടക്കാം, ദർ ഓൾവേസ് വെൽക്കം. അപ്പൊ കിടക്കാനായിട്ട് ഒരു സ്പേസ് എപ്പോഴും വെച്ചിട്ടുണ്ട്. ആൻഡ് കാര്യമായിട്ടൊന്നും ഇല്ല ഈ ബെഡ്റൂമിൽ. ഒരു കബേർഡ് ഉണ്ട്, ഒരു കബേർഡ് സ്പേസ് ഉണ്ട് ഇവിടെ. ആൻഡ് ഒരു ചെറിയ പെയിന്റിങ് നമ്മൾ വെച്ചു. ആൻഡ് പുറത്തോട്ടൊരു ബാക്ക് യാർഡിലേക്ക് ഒരു വ്യൂ ഉണ്ട്. ഇതിന്റെ ഏറ്റവും ബെസ്റ്റ് പരിപാടി എന്താന്ന് വെച്ചാൽ ഇവിടെ കൂടെ തന്നെ ബാത്റൂം ഉണ്ട്. ഞാൻ നല്ലതാണെന്ന് പറഞ്ഞത് കാരണം ഇവിടെ പല വീടുകൾക്കും ടോയ്ലറ്റ് അത് കയറിയാൽ ബാത്റൂം ഏരിയ. ഇത് എന്തുകൊണ്ടാണ് നല്ലതെന്ന് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ പല ബാത്റൂംസും അറ്റാച്ച്ഡ് അല്ല, മാസ്റ്റർ ബാത്റൂം മാത്രമാണ് അറ്റാച്ച്ഡ്, ബാക്കിയൊന്നും അറ്റാച്ച്ഡ് അല്ല. അപ്പം ഇവിടെ ഇതൊരു കോമൺ ഏരിയയിൽ, അതായത് ഒരു സെമി അറ്റാച്ച്ഡ് എന്നാ പറയുന്നത്, കാരണം ഇത് പുറത്തോട്ടും എൻട്രൻസ് ഉണ്ട് ഈ ബാത്റൂമിന്, അകത്തൊന്നും ഉണ്ട്. സോ ഗസ്റ്റിന് യൂസ് ചെയ്യാനായിട്ട് അറ്റാച്ച് ബാത്റൂം പോലെ നമുക്ക് യൂസ് ചെയ്യാം. ആ ബാത്റൂമിന്റെ തന്നെ പുറത്തുനിന്നുള്ള എൻട്രൻസ് ആണ് ഇവിടെ കൂടെ. സോ ആ റൂമിൽ താമസിക്കാത്തവർക്കും ഈ ബാത്റൂം യൂസ് ചെയ്യാം. പിന്നെ ചെറിയൊരു കോറിഡോർ ഉണ്ട്. ഇത് നമ്മുടെ ലോണ്ടറി സ്പേസ്. ലോണ്ടറി സ്പേസിലാണ് നമ്മുടെ ഡ്രയർ റൂം, വാഷിംഗ് മെഷീനും എല്ലാം വെച്ചിരിക്കുന്നത്. ആൻഡ് ഇവിടെ തന്നെയാണ് നമ്മുടെ ഒരു ഷെൽഫ് ഉണ്ട്, അതിൻ്റെ അകത്ത് നമ്മുടെ ലിനനും ടവൽസും അങ്ങനത്തെ സംഭവങ്ങളെല്ലാം വെച്ചിരിക്കുന്നത്. പിന്നെ അടുത്തത് പ്ലേ റൂം, പിള്ളേരുടെ പ്ലേ റൂം. ഇത് ഒരു എക്സ്ട്രാ ബെഡ്റൂം ആണ്. ആൻഡ് പിള്ളേർ അവരുടെ പ്ലേ റൂം ആയിട്ട് യൂസ് ചെയ്യുന്ന സംഭവം. പ്ലേ റൂമും അതെന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. എനിക്ക് പിള്ളേരുണ്ടാകുമ്പോൾ അവർക്കായിട്ട് കളിക്കാൻ ഒരു പ്ലേ സ്പേസ് വേണം. എനിക്ക് തോന്നുന്നു ഈ സ്പേസ് പിള്ളേർ യൂസ് ചെയ്യുന്നതിനെക്കാളും കൂടുതൽ ഞാനാണ് ഓർഗനൈസ് ചെയ്യാനും, അങ്ങനെ എന്റെ ഒരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ ആണ് കൂടുതലും ഞാൻ ഈ റൂം ഇപ്പോഴും വെച്ചിരിക്കുന്നത്. കുറച്ച് നാൾ കഴിയുമ്പോൾ പിള്ളേർ ഈ ടോയ്സ് എല്ലാം ഔട്ട്ഗ്രോ ചെയ്ത് കഴിയുമ്പോഴത്തേനും ഡെഫിനറ്റ്ലി നമ്മൾ ഈ റൂം റീഓർഗനൈസ് ചെയ്ത് നമ്മളത് ഒരു ബെഡ്റൂം ആക്കും. ആൻഡ് ഓഫ് കോഴ്സ് ലാസ്റ്റ് ബെഡ്റൂം. ഇത് ഒരു ഗസ്റ്റ് ബെഡ്റൂം ആണ്. ഇത് ഇവിടെയും സെയിം മറ്റേ റൂം പോലെ തന്നെ ചെറിയൊരു കബേർഡ് ഉണ്ട് ആൻഡ് ഒരു ബെഡ് ഉണ്ട്. ഇത് പുറത്തോട്ടുള്ള, അതായത് ഫ്രണ്ട് യാർഡിലോട്ടുള്ള വ്യൂ ആണ് ഈ ബെഡ്റൂമിനുള്ളത്. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. പുറത്തെ കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു ദിവസം കാണിച്ചു തരാം. ഇത് ജസ്റ്റ് വീടിന്റെ അകത്ത് മാത്രമാണ്. ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.